ഇവിടെ പ്രേക്ഷകരെ സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 53 ഈ നേഴ്സ് ദിനത്തിലും നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത് ഒരു ആൾക്ഷാമത്തെക്കുറിച്ചാണ്. റിപ്പോർട്ട് ബ്രേക്കിംഗ്. ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജീവനക്കാർക്ക് ക്ഷാമം. നഴ്സുമാരുടെ സ്ഥിര നിയമനം നടന്നിട്ട് 3 വർഷമായി 412 നഴ്സിംഗ് ഓഫീസർമാരുടെ തസ്തികയാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടിട്ടും പ്രവർത്തനം പുനരാരംഭിച്ചിട്ടില്ല. ഡ്യൂട്ടി നഴ്സുമാരുടെ ക്യാബിനുകൾ ഒഴിഞ്ഞുകിടക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്കൊന്ന് കണ്ടുവരാം. അവരെ വരാത്തതല്ല, അവരെ നിയമിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അത്യാധുനിക സജ്ജീകരണങ്ങൾ അടക്കമുള്ള ഒരു കെട്ടിടം പാഴായി പോകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ജീവനക്കാരെ നിയമിക്കാത്തതുകൊണ്ട് ശ്രീചിത്രയിൽ ജീവനക്കാരുടെ ക്ഷാമം. നല്ല ബിൽഡിംഗ് ആണ്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അവിടെ പ്രവർത്തിക്കാൻ ജീവനക്കാരില്ല എന്ന് മാത്രം. ഇരിക്കാൻ കസേരയുണ്ട്, പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങളുണ്ട്, AC അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്, എല്ലാം വൃത്തിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ ജീവനക്കാരെ കൊടുക്കില്ല. അരുൺ സോളമൻ ഉണ്ട് നമുക്കിപ്പം. അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. അരുൺ സോളമൻ, ഇന്ന് നഴ്സ് ദിനമാണ്. ആവശ്യത്തിന് നഴ്സുമാരെ സർക്കാർ ആശുപത്രികളിൽ എടുത്തിരുന്നെങ്കിൽ തന്നെ ഓരോ വർഷവും പഠിച്ചിറങ്ങുന്ന നമ്മുടെ നഴ്സിലെ സഹോദരന്മാർക്കും ഒക്കെ അത്യാവശ്യം തൊഴിലെങ്കിലും ആയനെ. ഇതേപോലെ വലിയൊരു കെട്ടിടമൊക്കെ കെട്ടിയിട്ടിട്ട് അവിടെയൊക്കെ ആവശ്യത്തിന് വേണ്ടുന്ന ജീവനക്കാരേ ഇല്ല. എനിക്കൊന്നും ആ കെട്ടിടം ഇപ്പോൾ ഉപയോഗിക്കാറ് പോലുമില്ല എന്നുള്ളതാണ്. നഗരമധ്യത്തിൽ ശ്രീചിത്രയുടെ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം അല്ലേ? എന്താ അതിന്റെ അവസ്ഥ? അരുൺ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് ശ്രീചിത്ര ഈ ആശുപത്രിയിലെ പുതിയ ബ്ലോക്ക് PMSSYയുടെ സ്കീമിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസമാണ് ഉദ്ഘാടനം ചെയ്തത്. 9 നില ബ്ലോക്ക് വളരെ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തെങ്കിലും നാളിതുവരെയുമായിട്ടും പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് തുടരുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ 800ഓളം വരുന്ന ജീവനക്കാരുടെ കുറവ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതിൽ തന്നെ 412 നഴ്സിംഗ് ഓഫീസർമാർ വേണം. അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കത്തയച്ചെങ്കിൽ തന്നെയും വെറും 102 നഴ്സിംഗ് ഓഫീസർമാരെ മാത്രമാണ് നിയമിക്കാനുള്ള ഉത്തരവ് നൽകിയത്. പക്ഷേ ആ നിയമനം പോലും നാളിതുവരെയുമായിട്ടും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അവിടെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, പല ക്യാബിനുകളും ഒഴിഞ്ഞുകിടക്കുന്ന അവസ്ഥ. ചില ക്യാബിനുകൾ ഒരു ഡ്യൂട്ടിയിൽ ഒരു നഴ്സ് മാത്രമാണ് ഉള്ളതെന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ പഴയ ബ്ലോക്കിലുള്ള നഴ്സുമാരെ താൽക്കാലികമായിട്ട് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ മാറ്റി അമിത ജോലിഭാരം നൽകിയാണ് ഇപ്പോൾ നഴ്സുമാർ അവിടെ ജോലി ചെയ്യുന്നത്. ഇത് വലിയൊരു സമ്മർദ്ദത്തിലേക്ക് കടന്നു പോകുന്നുണ്ടെന്നുള്ളതാണ് അവർ പല ജീവനക്കാരും പങ്കുവച്ചത്. ഇനിയൊരു വരാനിരിക്കുന്നത് നഴ്സുമാരുടെ അസോസിയേഷന്റെ കീഴിൽ ഒരു സമരത്തിലേക്ക് നീങ്ങും. കാരണം ഇതിപ്പോൾ വലിയ ഒരു ഷോർട്ടേജ് അവിടെ ഉണ്ട്. പ്രത്യേകിച്ചും ദിനംപ്രതി ധാരാളം രോഗികൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ്. അവിടെ ഇപ്പോൾ നമുക്ക് റൂമുകൾ നോക്കി തന്നെ വളരെ അത്യാധുനിക സംവിധാനങ്ങളോട് റൂമുകൾ എത്തി. പക്ഷേ ആ റൂമുകളിൽ പോലും രോഗികളെ അഡ്മിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ പോലും ഒരുങ്ങിയിട്ടില്ല. ICU ആയാലും ഓപ്പറേഷൻ തിയേറ്റർ ആയാലും ഇപ്പോൾ പ്രവർത്തന സജ്ജമാകാത്ത ഒരു സാഹചര്യമുണ്ട്. ഒരു റൂമിന് 6000 രൂപ ഈടാക്കുകയാണ്. ഒരു രോഗി അവിടെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ GST അടക്കം 10 ദിവസത്തേക്ക് 77,000 രൂപ റൂമിന് മാത്രമായി ഈടാക്കുന്ന ഒരു സംവിധാനമാണ് നിലവിൽ ഉള്ളത്. പക്ഷേ ഒരു രോഗിയെ നോക്കാൻ പ്രധാനമായും തീവ്രപരിചരണ വിഭാഗത്തിൽ ഒരു നേഴ്സ് വേണം. പക്ഷെ നിലവിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അരുൺ, ഒരു രോഗിക്ക് ഇപ്പോൾ 4 രോഗികളെ ഇപ്പോൾ ഒരു നേഴ്സ് നോക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ശ്രീചിത്രയുടെ അവസ്ഥ മാറി. എന്തായാലും നേഴ്സ് ദിനത്തിൽ അന്യായം എന്ന് തന്നെ പറയണം അരുൺ. അന്യായമാണ്. ഒരു കാരണവശാലും അതുണ്ടാവാൻ പാടില്ല. ഒരു ICUവിൽ കിടക്കുന്ന ഒരു രോഗിക്ക് ഒരു നേഴ്സ് എന്ന മട്ടിലാണ് വേണ്ടത്. ഇപ്പം 4 പേഷ്യൻസിന് ഒരു നേഴ്സ് എന്ന മട്ടിലാണ്. ഇന്ന് നേഴ്സ് ദിനമാണ്. അവരെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കണോ ഇത്രയും അധികം എന്നുള്ളതാണ് ചോദ്യം. എത്ര വേക്കൻസികൾ അവിടെ ഉണ്ടാക്കാൻ പറ്റും? ഒരു കെട്ടിടം അവിടെ ഇങ്ങനെ അനാഥമായി നശിക്കുകയാണ്.